നമസ്കാരം, ബിഗ് ടി ന്യൂസിലേക്ക് സ്വാഗതം. ഭാവഗായകന് വിട പറഞ്ഞ് ആയിരങ്ങൾ. പറവൂർ പാലിയേറ്റ് തറവാട് ശ്മശാനത്തിൽ ഇന്ന് 1:30-ഓടെയാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. മകനാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. തന്റെ ഭാവങ്ങളിലൂടെ മലയാളികളുടെ മനസ്സ് കീഴടക്കിയ പ്രിയ ഗായകനെ കാണാൻ ആയിരങ്ങളാണ് അവിടെ ഒത്തുകൂടിയത്. ബോബി ചെമ്മണ്ണൂരിനെതിരെ കൂടുതൽ അന്വേഷണവുമായി പോലീസ്. സമാന രീതിയിൽ മറ്റുള്ളവരെയും ബോബി അധിക്ഷേപിക്കുകയും ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയെന്ന പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് കൂടുതൽ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഹണി റോസിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബോബിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്താനും സാധ്യതയുണ്ട്. മുഖ്യമന്ത്രിക്ക് കത്തയച്ച് പ്രതിപക്ഷ നേതാവ്. രാജ്യത്തെ വിവിധ സർവകലാശാല വൈസ് ചാൻസലർമാരുടെയും അധ്യാപകരുടെയും അക്കാഡമിക് സ്റ്റാഫുകളുടെയും നിയമനത്തിൽ UGC കൊണ്ടുവന്ന ചട്ട ഭേദഗതികൾക്കെതിരെ നിയമസഭാ പ്രമേയം പാസാക്കണമെന്ന് പറഞ്ഞാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചത്. രാഹുൽ ഈശ്വറിനെതിരെ പരാതിയുമായി ഹണി റോസ്. രാഹുൽ ഈശ്വർ തനിക്കെതിരെ ഓർഗനൈസ്ഡ് ക്രൈമാണ് നടത്തുന്നത്. ബോബി ചെമ്മണ്ണൂരിനെതിരെ നൽകിയ പരാതിയുടെ ഗൗരവം ചോർത്തിക്കളയാനും ജനങ്ങളെ തനിക്കെതിരെ തിരിക്കാനുമാണ് രാഹുൽ ഇപ്പോൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുലിനെതിരെ നിയമ നടപടി കൈക്കൊള്ളുമെന്നും ഹണി റോസ് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. അച്ഛനെ സമാധിയാക്കി മക്കൾ. നെയ്യാറ്റിൻകരയിലെ ആറാലമൂട്ടിൽ കഴിഞ്ഞ ദിവസമാണ് 81 വയസ്സുള്ള ഗോവിൻ സ്വാമി മരണപ്പെടുന്നത്. ഇത് ആരെയും അറിയിക്കാതെയാണ് മക്കൾ മരണാനന്തര ചടങ്ങുകൾ നടത്തി അദ്ദേഹത്തിനെ സമാധിയാക്കിയത്. അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരമാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് മക്കളുടെ അഭിപ്രായം. സമാധി ഇപ്പോൾ പോലീസ് സീൽ ചെയ്തിട്ടുണ്ട്. ഉടൻ തന്നെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് അയക്കും. ബിഷപ്പ് ഹൌസിലെ പ്രതിഷേധത്തിൽ 6 വൈദികർക്ക് സസ്പെൻഷൻ. നിലപാട് കളക്ടറെ അറിയിച്ചതായി അതിരൂപത സംരക്ഷണ സമിതി. സഭാസ്ഥാനത്ത് പ്രതിഷേധിച്ച 21 വൈദികരിൽ 6 വൈദികർക്കെതിരെയാണ് സസ്പെൻഷൻ വന്നത്. 15 പേർക്ക് കാരണം കാണിക്കൽ നോട്ടീസും നൽകി. പുലർച്ചെ ബിഷപ്പ് ഹൌസിൽ പ്രാർത്ഥന പ്രതിഷേധം നടത്തുന്ന വിമത വൈദികരെ ബലം പ്രയോഗിച്ച് പുറത്താക്കാൻ പോലീസ് ശ്രമിച്ചതോടെയാണ് സഭാ ആസ്ഥാനത്ത് സംഘർഷം ഉണ്ടായത്. ആലുവയിൽ പട്ടാപ്പകൽ വീട് കുത്തിത്തുറന്ന് 40 പവനും 8 ലക്ഷം രൂപയും കവർന്നത് ഗൃഹനാഥ എന്ന് കണ്ടെത്തി. വീട്ടിലുള്ളവർക്ക് അനർത്ഥമുണ്ടാകുമെന്ന് ഭയപ്പെടുത്തി ഗൃഹനാഥയുമായി അടുപ്പം സ്ഥാപിച്ച് തൃശൂർ സ്വദേശിയായ അൻവർ ഉസ്താദ് ആണ് മോഷണം നടത്തിയത്. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെയാണ് കവർച്ച നാടകം ആസൂത്രണം ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് സംസ്കൃതത്തിൽ മഹാകാവ്യം പുറത്തിറങ്ങുന്നു. ഒഡീഷയിലെ സംസ്കൃത പണ്ഡിതനായ സർവകലാശാല അധ്യാപകൻ സോമനാഥ് ദാസാണ് നരേന്ദ്രമോദി ആരോഹണം എന്ന മഹാകാവ്യം രചിച്ചത്. മോദിയുടെ ജീവിതമാണ് മഹാകാവ്യത്തിന്റെ ഇതിവൃത്തം. 700 പേജുള്ള മഹാകാവ്യത്തിൽ 1200 ശ്ലോകങ്ങളാണുള്ളത്. ഈ ശ്ലോകങ്ങൾക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലും വിവരണവുമുണ്ട്. വീണ്ടും HMPV സ്ഥിരീകരിച്ചു. അസമിലെ 10 മാസം പ്രായമുള്ള കുഞ്ഞിനാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. കുഞ്ഞിപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സാധാരണയുള്ള ചികിത്സയ്ക്കിടെയാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇത് പുതിയ വൈറസ് അല്ലെന്നും അതിനാൽ ആശങ്ക വേണ്ടെന്നുമാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത്.